ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പുതിയ കെട്ടിടം പണിയുന്നതിനായി 14 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 24 വാർത്തയിലാണ് ഈ മന്ത്രി ഇടപെട്ടത്. പേരൻസിനോടും കുട്ടികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. അതിനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി പുതിയ കെട്ടിട നിർമ്മാണത്തിന് 14 കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഭാവിയിലേക്ക് തുടർന്ന് വരുമ്പോൾ അനുബന്ധ സൗകര്യങ്ങളെ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയത്തക്ക വിധത്തിൽ പ്രയോജനകരമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ അതിനോട് സ്വീകാര്യമായൊരു മനസ്ഥിതി കാണിക്കണം. ഈ കാര്യം തീർച്ചയായിട്ടും നല്ല നിലയിൽ പരിഹരിക്കും. ആ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ശ്രദ്ധാപൂർവമായ നിരീക്ഷണം ഉണ്ടാവും. ജില്ലാ കളക്ടറുടെ കാര്യത്തിൽ നല്ലവണ്ണം മോണിറ്റർ ചെയ്യും. അതുകൊണ്ട് രക്ഷിതാക്കളുമായും കുട്ടികളുമായും ജില്ലാ കളക്ടർ സംസാരിക്കും. അതുകൊണ്ട് ആ വിഷയം ആ നിലയിൽ നല്ലവണ്ണം പരിഹരിച്ചു കൊണ്ടുപോകും. അവരോട് എല്ലാ വിധത്തിലുള്ള അവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്ര ഗവൺമെൻറ് ഏത് തലത്തിലും സഹായകമായ നിലപാട് സ്വീകരിക്കും. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, ഹോസ്റ്റൽ പോലെയുള്ള സൗകര്യങ്ങളിൽ ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സമരവും പ്രക്ഷോഭവും ആവശ്യമുണ്ടോ? ഗുഡ് മോർണിംഗ്. എസ്കെൻ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഈ 2 വർഷം മുമ്പ് ഈ നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ ഈ വാഗ്ദാനങ്ങളൊക്കെ തന്നെ അവിടെ ഉള്ളതാണ്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് ഒന്നും നടപ്പായില്ല എന്ന പേരിലായിരുന്നു വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് പോകുന്നു എന്ന് 24നോട് പറഞ്ഞത്. മാത്രമല്ല 94 വിദ്യാർത്ഥിനികൾ ഒരു പഴയ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ തയ്യാറാക്കിയിരിക്കുന്ന ഹോസ്റ്റലിൽ തിങ്ങി ഞെരുങ്ങി കഴിയുന്നതും അതുപോലെ തന്നെ സ്വന്തമായി പഠിക്കാൻ ക്ലാസ് മുറികൾ ഇല്ലാത്തതുമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം കൊടുത്തത്. എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ അടിയന്തരമായി തന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കുട്ടികളുടെ ഹോസ്റ്റൽ പ്രശ്നം, അതായത് 3-ാം വർഷ വിദ്യാർത്ഥികൾ കൂടി എത്തുന്നതോടുകൂടി ഹോസ്റ്റൽ പ്രശ്നം അതിരൂക്ഷമായി മാറും. അത് പരിഹരിക്കുന്നതിന് വേണ്ടി വാഴത്തോപ്പിൽ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം സജ്ജമാക്കി നൽകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവിടെ നിന്ന് കുട്ടികൾക്ക് കോളേജിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ആ ബസ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തി നൽകും. അതിനൊരു കാലതാമസവും ഉണ്ടാകില്ല. ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിന് വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തും. മാത്രമല്ല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കളക്ടറുമായുള്ള ചർച്ചയും ഇതിനിടയിൽ ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് സ്കൂൾ കെട്ടിടവും അതുപോലെ തന്നെ കോളേജ് കെട്ടിടവും അതുപോലെ തന്നെ ഹോസ്റ്റൽ കെട്ടിടം ഉൾപ്പെടെ പണിയുന്നതിന് വേണ്ടി 14 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് എത്രയും വേഗം നടപ്പാക്കുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. എന്തായാലും നിലവിൽ ഈ വിദ്യാർത്ഥികൾക്ക് ആ സെംബ്രേക്ക് ആണ്, അവർ കോളേജിലില്ല. ആ കോളേജ് ഈ സെംബ്രേക്ക് കഴിഞ്ഞു വരുന്ന സമയത്ത് ഈ ഹോസ്റ്റൽ സംവിധാനമെങ്കിലും മെച്ചപ്പെട്ട രീതിയിലായില്ല എങ്കിൽ അവരുടെ സമരവുമായി അവർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കാര്യം തന്നെ അവർ ഇന്നലെയും ആവർത്തിച്ചിട്ടുണ്ട്. സ്കെയിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.